കടിക്കും. കവളൊന്നും കാണൂല എന്റെ ഉമ്മച്ചി. ഇന്ന് വൈകിട്ട് അവളുടെ അടുത്ത് പോയപ്പോ എനിക്കൊരു വയ്യായ്മ ഫീൽ ചെയ്തേ. സാധാരണ ഇങ്ങനെയല്ല പപ്പി പെണ്ണ്. നോക്കിയപ്പം കഴിച്ചത് ഛർദ്ദിച്ചിട്ടുണ്ടേ. എന്തോ ആൾക്ക് കാര്യമായിട്ട് പറ്റി. ഒന്നും നോക്കിയില്ല, നേരെ ഇക്കായെ വിളിച്ച് ഹോസ്പിറ്റൽ പോയേ. ആദ്യമായിട്ടാണ് ഓറിയെ കൊണ്ടുവരുന്ന ഇവിടെ, അതുകൊണ്ട് അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേ. ആദ്യം തന്നെ അവൾക്ക് പനിയുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അപ്പൊ ടെമ്പറേച്ചർ നോർമൽ ആണ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നേ, ചെള്ളുപനി വല്ലതും ആണോന്ന്. ഇപ്പൊ അത് വരുന്നുണ്ട് മിക്കവർക്കും. ഇസാടെ അടുത്ത് ഇവളെ കൊണ്ടുപോയിരുന്നേ ഇന്നാള്. ഇനി അത് വല്ലതും ആണോന്ന് വരെ ഞാൻ സംശയിച്ചു. ഇതാണ് നമ്മുടെ ഡോക്ടർ, സജന ഡോക്ടർ. ഡോക്ടർ അല്ലെങ്കിലും ഭയങ്കര കൂളാണ്. എല്ലാം നല്ല സമാധാനത്തോടെ കേൾക്കുന്ന ആളാണ് കേട്ടോ. കൈവച്ച കടിക്കുന്ന ആളാണ് പപ്പി പെണ്ണ്. എന്നാ ഡോക്ടർ എടുത്തപ്പോ പഞ്ചപാവോട്ടോ. ബ്ലഡ് എടുത്തായിരുന്നേ അവളുടെ. പാവോട്ടോ അവളുടെ ആദ്യത്തെ ഇഞ്ചക്ഷൻ ആണ് ഇത്. 45 ദിവസത്തെ ഇഞ്ചക്ഷൻ പോലും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അതിന് ടൈമായി വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഹോസ്പിറ്റൽ കേസ് വന്നത്. കരിച്ചിലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നേ. അവന് ദഹനക്കേടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കുറച്ച് കുറവുണ്ടായിരുന്നു. ഇനി ഒരു 2 ദിവസത്തേക്ക് പപ്പി സെർലാക്ക് മാത്രം കൊടുത്താൽ മതി എന്നാട്ടോ ഡോക്ടർ പറഞ്ഞത്. ഇനി അവന്റെ ആഹാര രീതി ഒന്ന് ശ്രദ്ധിക്കണം. എന്തെന്നറിയാവോ, കുഞ്ഞു കുട്ടികളെ പോലെ ഇവരും പെട്ടെന്ന് ദഹനക്കേടുണ്ടാവും കേട്ടോ. അങ്ങനെ അയൺ സിറപ്പൊക്കെ വാങ്ങി നമ്മളെ പപ്പിപ്പെണ്ണിനെ ഒന്ന് കൂളാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് വന്നേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.